അതിമനോഹരമായ ഒരു സംഭവമാണ്. എന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കിട്ടി 2 മിനിറ്റ് ആണെങ്കിൽ, ലേറ്റ് ആണെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റായി. അദ്ദേഹം നേരത്തെ വന്ന് ഞാൻ ലേറ്റായെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ വന്നിട്ടുണ്ട്. ആ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിവിടെ എടുക്കുകയും ചെയ്തു, ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ളത് പറയുകയും ചെയ്തു. എന്തായാലും അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. 2 വാക്ക് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പോകാനുള്ള ധൃതിയുള്ളൂ. ഇല്ല സാർ? എൻ്റെ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ശ്രീ ഭീമൻ രഘു, അതുപോലെ തന്നെ വിഷ്ണു, മുകേഷ്, ശ്രീ സജിൻലാൽ, പ്രിയപ്പെട്ട കലാസ്നേഹികളെ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ BBB അല്ലേ, ബിഗ് ഭീമൻ ബ്രദേഴ്സ് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ എന്തായിരുന്നാലും അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം രാത്രിയാണ് എന്നെ വിഷ്ണു വന്ന് വിളിച്ച് ശ്രീ രഘുചേട്ടനും എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്കിന്ന് കുറേ ഇത്തിരി പരിപാടികളുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു 10:30 ഞാൻ വരും. അപ്പോൾ 11 മണിക്കാണ് ഈ പ്രോഗ്രാം. വളരെയധികം അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പരിപാടികളെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. കാരണം വളരെ ആക്റ്റീവായി അദ്ദേഹം പറഞ്ഞു, സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ആക്ഷൻ പടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതായിരിക്കും അവർ 3 പേരും എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ബോധ്യമാകുന്ന കാര്യമാണ്. അതിനകത്ത് ഒരു ആക്ഷൻ പടം എന്ന രീതിയിൽ ഇന്ന് ഈ BBB ബിഗ് ഭീമൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ സിനിമ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് അതൊരു വലിയ ഒരു പുതിയ അനുഭവമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവരെയൊക്കെ ഈ പ്രത്യേകിച്ച് ഭീമൻ ചേട്ടൻ ഈ സിനിമാ രംഗത്ത് നിൽക്കുന്നയാളാണ്, ആളുകൾക്ക് ഇഷ്ടമാണ്. പണ്ട് ഞാൻ ഇന്നലെ അദ്ദേഹം വിളിച്ചവൻ പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു പയ്യനായിട്ട് പിന്നെ ഒരു സിനിമയിൽ ഞാനൊരു സ്ക്രീനിൽ കണ്ടെന്നല്ലേ, ഇതായിരുന്നു കൊച്ചു പയ്യൻ. ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പറയും. ഇപ്പോഴും അത് തന്നെയാണ്. മനസ്സും അതുപോലെ ശരീരവും എപ്പോഴും യൗവനമായി നിന്നുകൊണ്ട് എപ്പോഴും ഒരു പ്ലസൻ്റായ, അതൊരു ആണ് മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്ലസൻ്റായ ഒരു പ്രവൃത്തിയും ആക്ഷനും പെരുമാറ്റവും ഒക്കെ ആയി നിൽക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. വളരെ സജീവമായി നിൽക്കുക. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ട് എത്ര വർഷമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് 25 വർഷമായല്ലേ? 40 വർഷമായി. നമ്മുടെ പിന്നെ അതുല്യനായ കലാകാരൻ ജയൻ, അദ്ദേഹം ആകസ്മികമായി നിര്യാതനായതിനെ തുടർന്നാണ് ഭീമൻ ചേട്ടൻ വന്നത്, സിനിമയിലേക്ക് വന്നല്ലേ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷനും അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ എന്താണ് ഒരു മുഖഭാവവും ഒക്കെ ഉള്ള അഭിനയ ശൈലിയൊക്കെ ഉള്ള അദ്ദേഹം വന്നത്. അപ്പോൾ 40 വർഷത്തോളം മലയാള സിനിമയ്ക്ക് നിസ്തുലമായിട്ടുള്ള സംഭാവനകൾ പല മേഖലകളിലും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് അത് അഭിനയവും ഇതെല്ലാം നിർവഹിച്ചുകൊണ്ട് സംവിധാനം, ഡയറക്ഷനും, അത് വളരെ കാര്യമായ ഒരു ഉത്തരവാദിത്വമാണ് ഈ സിനിമയിലൂടെ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ആധുനികമായ കാലഘട്ടത്തിൽ പഴയതുപോലെ തിയേറ്ററുകളിൽ പോയി സിനിമകൾ കാണുന്ന ആളുകൾ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ് എടുത്തത്. പക്ഷെ അത് അദ്ദേഹം പിന്നെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ ഒരു വെല്ലുവിളി എന്നോളം തന്നെ ഒരു ആക്ഷൻ പടമായി ഈ ചിത്രം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഇതിൻ്റെ 3 കഥാപാത്രങ്ങളൊന്ന് എൻ്റെ സുഹൃത്ത് വിഷ്ണുവും അതുപോലെ തന്നെ മുകേഷുമാണ്. മുകേഷൊക്കെ ഈ രംഗത്ത്, വിഷ്ണുവും വളരെ സജീവമായിട്ട് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഈ സംരംഭത്തിന് എല്ലാവിധമായ ഐശ്വര്യവും അനുഗ്രഹവും വിജയവും ഉണ്ടാകട്ടെ, ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ദൈവത്തിൻ്റെ നാമത്തിൽ നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പറയുന്നു. ഓക്കെ, അങ്ങോട്ട് കൊടുത്തിരിക്കുക.
എല്ലാവരും ഇരിക്കുക. എന്തായാലും ഒരു ചടങ്ങ് നേരത്തെ MLA ചെയ്തു, അടുത്ത ചടങ്ങ് ഞാൻ അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സാധനം റിലീസ് ഇത് ചെയ്യുന്ന വേണ്ടിയാണ്, പക്ഷെ അത് ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ല ദിവസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ശ്രീരാമൻ്റെ അല്ലേ അയോധ്യയിലുള്ളൊരു ദിവസമാണ്. അപ്പോൾ ആ ഒരു തുടക്കം, അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ഇങ്ങനെ അവതാരങ്ങളുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹാവിഷ്ണുവിൻ്റെ മനസ്സ് വിചാരിച്ച് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശ നിർമുക്തം നിത്യമുക്തം നിഗമസദസഹസ്രേണ നിർഭാസ്യമാനം. പേര്, അനുവർത്തിയമായ പേര് നിങ്ങൾ ഏറ്റെടുക്കണം. അത് എല്ലാവരിലും നിങ്ങൾ എത്തിക്കുക, മീഡിയാസിലുള്ള ഓരോരുത്തരും എത്തിക്കുക. ഇതാണ് നമ്മുടെ പേര്. നിങ്ങളെല്ലാവരും നോക്കുക, ബിഗ് ഭീമൻ ബ്രദേഴ്സ്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വിചാരിക്കട്ടെ, അങ്ങനെ വിചാരിക്കട്ടെ. ഒരു കയ്യടി തന്നു കഴിഞ്ഞാൽ ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേട്ടാ, ഇനി എന്തെങ്കിലും? ഓക്കെ, നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് 2 വാക്ക് പറയണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ല, ഇവിടെ സംസാരിക്കണമെങ്കിൽ വരാം. സാധാരണ നിങ്ങളെ ആരും വിളിക്കാറില്ല. ഞങ്ങളെ എടുത്ത് പറയുന്ന സാധനം എടുക്കുന്നേ ഉള്ളൂ. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, 2 വാക്ക് ഒന്ന് പറയൂ സിനിമയെ പറ്റി. ആരെങ്കിലും ഉണ്ടോ? എനിബഡി? നമ്മൾ ഇതിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലെ കാസ്റ്റിംഗ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതെന്തായാലും നമ്മൾ ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തൊട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചാർട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ രവിചേട്ടൻ്റെ ഒരു കുറവ് അവിടെ, കാരണം രവിചേട്ടൻ പുതിയൊരു പടം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും അത് തീർന്നില്ല. ലാസ്റ്റ് ഇനി ഒരു 2-3 ദിവസം അതിൻ്റെ ഷൂട്ടുണ്ട്, അത് പേക്കപ്പായി. അപ്പോൾ അതിനോടൊരു സമയം ക്രമീകരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിനോട് നമ്മൾ കഴിഞ്ഞ മാസമേ പ്ലാൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഫെബ്രുവരി ആദ്യമാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വലിയൊരു ലോങ് അങ്ങ് നീളുന്നില്ല. നമ്മളൊരു 10-20 ദിവസം ഷൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു എല്ലാം നമ്മൾ വളരെ, ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഈ ഫീൽഡിലായത് കൊണ്ട് ഇതിനെ വളരെ നമ്മൾ ഘട്ടഘട്ടമായി എല്ലാം ഇരുന്ന് അതിനെ ഫുള്ളി പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിലൊരു രൂപ നമ്മൾ ചോരാതെയും അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിലെടുത്ത് അത്രയും പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. 1 മാസത്തിനകത്തുള്ള ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മാക്സിമം ഫെബ്രുവരി സ്റ്റാർട്ടിങ് ഫസ്റ്റ് വീക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചോദ്യം കറക്റ്റായില്ല. പഴയ രീതിയിലുള്ള ഭീമനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഭീമൻ്റെ ആക്ഷനാണോ, ഭീമൻ്റെ ഡയലോഗ് രീതിയാണോ, ഭീമൻ്റെ സൈസാണോ, എന്താണ്? യെസ്, അതാണ് ഞാൻ എടുത്തു ചോദിച്ചത്. തീർച്ചയായിട്ടും അത് കറക്റ്റ് ചോദ്യമാണ്. അതിന് ഉത്തരവാണ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളതും. തീർച്ചയായിട്ടും ഭീമൻ്റെ ഹുന്ന എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഹീറോ സ്റ്റൈലുള്ള ഒരു വിളയാട്ട് ഈ പടത്തിൽ കാണാം. ഞാൻ മാത്രമല്ല, ഈ അപ്പുറം ഇരിക്കുന്ന 2 പേരെ കൊണ്ട് ഞാൻ വിളയാട്ടി കളിപ്പിക്കും. അവർക്ക് വയ്യാന്ന് പറഞ്ഞാൽ തല്ലി പഴുപ്പിച്ച് ഞാൻ ഉണ്ടാക്കിയെടുക്കും. കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത് കുഴപ്പമില്ല. ഇത് എന്നോട് ഒരുപാട് പറഞ്ഞു. ഇതെങ്ങനെയാണെന്ന് ഇതുവരെ എനിക്കറിയില്ല. മനസ്സിലായില്ലേ? ഹോട്ടലുകളിൽ പോയി നാട്ടുകാരുടെ കാശ് മുഴുവൻ വലിച്ചടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഈ ആഹാരം മാത്രമേ അറിയാവുള്ളൂ. കയ്യും കാലും വെള്ളം വരെ പൊക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബ്രൂസിലെടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ കാലൊക്കെ ഇങ്ങനെ നിൽക്കണമെന്ന്. അപ്പോൾ ആ ബ്രൂസിൽ മാസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ, ചേട്ടാ ഒരു 2 ദിവസം കൈ തന്നാൽ ഇയാളുടെ വീട്ടിൽ പോയിട്ട് കിടക്കുന്നിടത്തുനിന്ന് കാലിങ്ങനെ വലിച്ച് കപ്പിയെ കെട്ടി
അങ്ങനെ ഇട്ട് രാത്രി കിടത്തി ഉറക്കാമെന്നൊക്കെ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അഭിനയിക്കാൻ വരില്ല. എന്തായാലും നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു. ഭീമൻ രഘുവിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. അത് മാത്രമല്ല ഭീമൻ രഘു ഡാൻസും ചെയ്യും ഈ പടത്തിൽ. നിങ്ങൾ എന്നുവെച്ചാൽ ഭരതനാട്യം അങ്ങനെയുള്ള ഡാൻസൊന്നുമല്ല, ഒരു സ്റ്റൈലൻ ഡാൻസ്. ഞാൻ മാത്രമല്ല ഈ 2 കുഞ്ഞുങ്ങളും കൂടെ കാണാം. ഒരു പ്രത്യേക രീതി. കാരണം നിങ്ങളുടെ പഴയ ഭീമനെ നിങ്ങൾക്ക് ഓർക്കാം, അതിന് യാതൊരു സംശയം വേണ്ട. ഓക്കെ. അല്ല അത് എന്തെന്നറിയാം, തിങ്കളാഴ്ച എന്തായാലും ഒരു നല്ല ദിവസമാണ് അല്ലേ? തിങ്കളാഴ്ച എന്ന് പറയുന്ന ഒരു നല്ല ദിവസമാണെന്നാണ്. കാരണം പണ്ട് അരമ മണിച്ചേട്ടൻ പടമെടുത്ത ദിവസമാണ്. അപ്പോൾ പടമെടുത്ത പേര് ടൈറ്റിൽ അതാണ്, തിങ്കളാഴ്ച നല്ല ദിവസം. അതൊന്ന്. രണ്ടാമത്, ഞങ്ങൾ ഇന്നിത് പൂജ ചെയ്യാനോ അല്ലെങ്കിൽ ഇന്നിത് ഇങ്ങനൊരു ഫങ്ഷൻ നടത്തണമെന്നോ തീരുമാനിച്ചതല്ല. ഈ ഡേറ്റ് അല്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചൊന്നുമില്ല. കഴിഞ്ഞ ശനിയാഴ്ച അല്ലേ, ആദ്യ ശനിയാഴ്ചയാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ വിഷ്ണു പറഞ്ഞു ശനിയാഴ്ച നല്ല ദിവസമല്ല, അപ്പോൾ പിന്നെ ഞായറാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് അത് വലിയൊരു ആൾക്കാരൊക്കെ എഴുന്നേറ്റൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും, നമ്മളെപ്പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞ്. എന്നാൽ ഞാൻ പറഞ്ഞത് നമുക്ക് തിങ്കളാഴ്ച അല്ല വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ഞങ്ങൾ ഫൈനലൈസും ചെയ്തില്ല. അപ്പം തിങ്കളാഴ്ച ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കറങ്ങിത്തിരിഞ്ഞ് വന്ന് തിങ്കളാഴ്ച ഞങ്ങളത് ഫിക്സ് ചെയ്ത് രാവിലെ 11-11:30 ഇടയ്ക്ക് ചെയ്യാമെന്ന് വച്ചപ്പോഴാണ് ഈ അയോധ്യയുടെ പ്രോഗ്രാം എന്നും പറഞ്ഞ് വന്നത്. അപ്പോൾ അത് നമ്മളുമായിട്ട് നമ്മളതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇതൊരു നല്ല ദിവസം കിട്ടി എന്നുള്ളതാണ്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം വെച്ചാൽ ഒരു എന്തോ അത് ദൈവത്തിൻ്റെ ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ നിമിത്തമാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത ആ ദിവസം തന്നെ നമുക്ക് ദൈവം കൊണ്ട് തന്നതാണ്, മഹാവിഷ്ണു തന്നെന്നുള്ള ഒരു വിശ്വാസം എന്നിലുണ്ട്. അതത്രേ ഉള്ളൂ, വേറെ എല്ലാ കാര്യങ്ങളൊന്നുമില്ല. അയോധ്യ ഞാനിങ്ങനെ TV കൂടെ കാണും, എന്നും കാണാറുണ്ട്. ഇത് മറ്റേ ഇപ്പം മൊബൈൽ ഓൺ ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ, ഓൺ ചെയ്ത് നോക്ക്, അയോധ്യ കാണാം. അല്ല അയോധ്യ എന്ത് കാണാൻ? അല്ല, പൊളിറ്റിക്സ് കൂടെ ഇപ്പോൾ അത് ആ വേദി അല്ലല്ലോ ഇത്. ഇപ്പോൾ നമ്മുടെ സിനിമാ വേദിയാണ്. പൊളിറ്റിക്സ് വരുമ്പോൾ നമുക്ക് പൊളിറ്റിക്സ് സംസാരിക്കും. ഇപ്പോൾ അതല്ലല്ലോ, നമുക്കിപ്പോൾ സിനിമ. ഇപ്പോൾ നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് അല്ലേ, പഴയ ഭീമൻ ടീച്ചറിനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാം, തീർച്ചയായിട്ടും പറയാം. പൊളിറ്റിക്സ് വേറൊരു സൈഡ്, സിനിമ വേറൊരു സൈഡ്. പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടില്ലല്ലോ ഞാൻ. ആകട്ടെ, ഒരു MLA MP മന്ത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാമല്ലോ. അങ്ങനെ ആവുമെന്നറിയില്ല, നമ്മൾ നോക്കാം. ദൈവം അനുഗ്രഹിച്ചാൽ നടക്കും. ഇല്ലെങ്കിൽ ഞാൻ സിനിമയിൽ തന്നെ വീണ്ടും കാലുറപ്പിച്ച് പിന്നെ മുന്നോട്ട് പോകും. അതിന് യാതൊരു സംശയമില്ല. ഇപ്പം പൊളിറ്റിക്കൽ ലെവലിൽ കയറിയാലും സിനിമ എന്ന് പറയുന്ന ഒരു കല അത് മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല, മനസ്സിലായില്ല. അതിങ്ങനെ ഓരോ സൈഡിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. മറ്റേത് കിട്ടുകയാണെന്നല്ല അതൊരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. ദാറ്റ്സ് ആൾ. എനി ക്വസ്റ്റ്യൻ ഒരാൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല, ആരും ഒന്നും ചോദിക്കില്ലേ. വാ എന്തര് ഓക്കെ. അപ്പോൾ എല്ലാം എന്താ അതുണ്ട്, പക്ഷെ ഞാൻ പറയൂല. ഒരു കഥയുണ്ട്. ഇല്ല ഇല്ല, എന്ത് സിനിമ? വാട്ട് ഇസ് ദ ടൈറ്റിൽ ഓഫ് ദി മൂവി? അല്ല, ഈ പടത്തില് അതുണ്ട്. സോങ് മീൻസ് ഒരു പ്രത്യേക ടൈപ്പിലുള്ള സോങ്ങും ഒക്കെയാണ്. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് മൂവി ഫ്രം മൈ പാർട്ട്. ഞാൻ ആദ്യം ഒരു പടം ചെയ്തിരുന്നു, ചാണ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അത് ഒരുപാട് സക്സസ് ആയില്ല. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.